ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 66-ാം സങ്കീർത്തനം 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. എത്രയോ കൃത്യതയോടുകൂടിയുള്ള പ്രാർത്ഥനയാണിത്. ഇന്നത്തെ ശുശ്രൂഷകളിൽ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഈ സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. കുടുംബമായി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. സകല ക്ഷീണവും തളർച്ചയും ഭാരവും എല്ലാം മാറ്റി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് കരഘോഷത്തോടെ ജീവിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നെ നയിക്കുനാഥ, അങ്ങേ നീർച്ചാലും തന്നിലായി, എന്നിൽ വസിക്കുനാഥ, അങ്ങേ ശാന്തിയിൽ ജീവിക്കുവാൻ. ചേർന്ന് പാടുന്ന എല്ലാവരും: എന്നെ നയിക്കുനാഥ, അങ്ങ് നീർച്ചാലും തന്നിലായി, എന്നിൽ വസിക്കുനാഥ, എന്നിൽ വസിക്കുനാഥ, അങ്ങേ ശാന്തിയിൽ ജീവിക്കുവാൻ. അഭിഷേക നിറവിൽ പാടാം: നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഈ ആഗ്രഹത്തോടെ ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ വരിക, പാടി ആരാധിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും അഭിഷേകമായി വരിക. അമ്മയെ പോലെ നാഥൻ എന്നെ മാറോടു ചേർത്തിടുമ്പോൾ ആനന്ദം എന്നുള്ളിലായി നിത്യം തുള്ളിത്തുളുമ്പിടുന്നു. അമ്മയെ പോലെ നാഥൻ കർത്താവ് നമ്മുടെ മാറോട് ചേർക്കുമ്പോൾ ആ സ്നേഹം ഒന്ന് അനുഭവിച്ചു പാടി, അതൊന്ന് അനുഭവിച്ചു പാടിക എല്ലാവരും. ആനന്ദം എന്നുള്ളിലായി നിത്യം തുള്ളിത്തുളുമ്പി. കരങ്ങൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ: നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഓരോ ശക്തിയോടെ കരമടിച്ച്: നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. സ്വരമുയർത്തി പാടാം. നല്ലവനാമേൻ ദൈവമേ, ഉണർവോടെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് പാടുന്നു. നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് പാടിയേ: നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കും. മക്കളെ, പരിശുദ്ധാത്മാവേ വരിക. ഈ സ്തുതി ആരാധനയിൽ വിശ്വത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളുടെ മേൽ വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ ജഡീകതകളുടെ, തിന്മകളുടെ, ലോകമോഹങ്ങളുടെ, ജഡത്തിന്റെ വ്യാപാരങ്ങളുടെ എല്ലാ ബന്ധന കുരുക്കുകളും അഴിഞ്ഞു മാറട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഈ തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഈ കാലഘട്ടത്തിന്റെ നവീകരണത്തിന് വേണ്ടി യേശുവിനെ വിളിക്കേ. യേശുവേ, ഇതാ അനേകം വ്യക്തികളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ ബന്ധന മുഖങ്ങളിൽ നിന്ന് അനേകം വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റ കരങ്ങൾ നീട്ടി സ്പർശിക്കണമേ. സഹോദര സഹോദരി, നീ നിലവിളിച്ചു പ്രാർത്ഥിച്ച്, ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് യേശുവിനെ വിളിച്ച മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്വർഗം പകർന്നുകൊണ്ടിരിക്കുന്ന ഈ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സ്വീകരിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാ മക്കളും
കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി കരങ്ങൾ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഈ തലമുറയുടെ നവീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ഓരോ വ്യക്തികളും കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വഴിവിട്ട ലൈംഗികതയിൽ നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, ജഡീകമായ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ വിധത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്ന് ഈ തലമുറ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിനായി സമർപ്പിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരുമിച്ച് നമ്മൾ ചേർന്ന് പാടുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിലവിളിച്ചുകൊണ്ട് ചേർന്ന് പാടാം. ഈശോയുടെ കരുണ വർഷിക്കണമേ അതിദാരുണമായ ഈ തലമുറയുടെ മേൽ. സഹനങ്ങളെയോ നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാക്കളുടെ മേലും, പിതാവേ ഞങ്ങളുടെ വേദനിച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളിൽ ലോകം മുഴുവൻ ആഗ്രഹിച്ചു പാടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും കരുണയുണ്ടാകേ. നമുക്കൊരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന് പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്ത് പിതാവേ കരുണ വർഷിക്കണമേ. കുഞ്ഞുമക്കളുടെ മേൽ, യുവജനങ്ങളുടെ മേൽ, ദമ്പതികളുടെ മേൽ, പിശാച പാപത്തിന്റെ ബന്ധനത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേൽ കരുണ 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 വർഷിക്കണമേ. കരുണയുണ്ടാകേണമേ. എല്ലാവരും കരുണയുണ്ടാകേ. ദൈവ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈ തലമുറയെയും കാലഘട്ടത്തെയും പരിശുദ്ധ ത്രിത്വത്തിന് ഞങ്ങൾ സമ്പൂർണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ ഞങ്ങൾക്ക് വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയ തലമുറയെ കുറിച്ചാണ്. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഇതെന്ത് ഇങ്ങനെയൊരു സന്ദേശം. ഈ സന്ദേശത്തിന് ഇന്ന് പ്രസക്തിയുണ്ട്. കാലത്തിന് അടയാളങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന നാളുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ഇന്ന് ലോകത്തിന് എന്താ നമ്മോട് പറയാനുള്ളത്? ബാഡ് ന്യൂസുകളാണ്, എല്ലാം ദുർവാർത്തകളാണ്. എന്താ ഇതിന്റെ കാരണം? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ ഒരു തലമുറയുടെ നടുവിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 2-ാം വചനത്തിൽ എന്താണ് ഇതിനൊക്കെ കാരണം? വളരെ വ്യക്തമായി വചനം പ്രഖ്യാപിക്കുകയാണ്. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിനു കാരണം. ഏതിന് കാരണം? ഇന്ന് കാണുന്ന അശുദ്ധികൾക്ക്, ദുർവൃത്തികൾക്ക്, ലൈംഗികമായ വൈകൃതങ്ങൾക്ക്, അരാജകത്വങ്ങൾക്ക്, സമൂഹത്തിൽ നടമാടുന്ന അനീതികൾക്ക്, ചൂഷണങ്ങൾക്കൊക്കെ പ്രധാന കാരണം എന്താണ്? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യം. എത്ര ഷാർപ്പായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത്. നാളുകൾക്ക് മുൻപ്
നമ്മൾ പത്രങ്ങളിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടു. നമ്മുടെ മനസ്സാക്ഷി ഞെട്ടിപ്പിച്ച ആ സംഭവം. ഡൽഹിയിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ആ ബസ്സിലുള്ള ജീവനക്കാരെ പീഡിപ്പിച്ച് അതിദാരുണമായ വിധത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. അത്രയും മൃഗീയമായ, ഇത് തനി പൈശാചികമാണ്. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞ് പോയവർക്ക് ഇതുപോലെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റൂ? അല്പെങ്കിലും കരുണയും സ്നേഹമുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ? അതുപോലെ ദാരുണമായി പീഡിപ്പിച്ച് ആ പെൺകുട്ടിയെ തകർത്തു. അവസാനം ആ പെൺകുട്ടി മരിച്ചുപോയി. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല. ഇതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും, എന്തിന് നമ്മളൊക്കെ ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം കാരണം എന്താ? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യം നിറഞ്ഞ പ്രവർത്തികള്. നമ്മുടെ കർത്താവ് തന്നെ ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒലിവുമലയിൽ ശിഷ്യന്മാർ യേശുവോട് കൂടെ തളിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ച, കർത്താവേ, നിന്റെ ആഗമനത്തിന് അടയാളം നിങ്ങൾക്ക് നീ പറഞ്ഞു തരണം. കർത്താവ് പല കാര്യങ്ങളും ശിഷ്യന്മാരോട് പങ്കുവെച്ചു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 12 തിരുവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. ഇത് കർത്താവിന്റെ പ്രബോധനമാണ്. എന്താണ് യേശു പറഞ്ഞത്? അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. പാപം വർദ്ധിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇന്ന് ഈ വചനം ലിറ്ററലി നിറവേറിക്കൊണ്ടിരിക്കുക. എത്ര കൃത്യമാണ് ദൈവമക്കളെ ഈ വചനം! അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്തുതി ആരാധന നിമിഷങ്ങളിൽ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു നാളുകളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലോട്ട് നിങ്ങൾ നോക്കി. ഇന്ന് കുടുംബങ്ങളൊക്കെ ചില ബലൂണുകൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുക. ഭാര്യ ഒരു വിഷയമല്ല, ഭർത്താവോ അദ്ദേഹം എനിക്കൊരു വിഷയമല്ല, അപ്പനൊരു വിഷയമല്ല, അമ്മ വിഷയമല്ല, മക്കള് വിഷയമല്ല, ഒന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം ഞാൻ തന്നെ. എനിക്ക് എന്റെ കാര്യം നടക്കണം, സ്വന്തം കാര്യം ചിന്താവ. ഇതാണ് ഈ തലമുറയുടെ മുദ്രാവാക്യം. സ്നേഹം തണുത്തുപോയൊരു തലമുറ, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തൊരു തലമുറ. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വ്രതമന്ദിരത്തിൽ കഴിയുന്ന വെല്ലിപ്പച്ചന്മാരോടും വെല്ലിമിച്ചിമാരോടും സുവിശേഷം പറയാൻ പോയ ഒരു അനുഭവം. 3 ദിവസത്തെ ധ്യാനമാണ്. ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയം പെട്ടെന്ന് എവിടുന്നാ വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു 10-72 വയസ്സ് പ്രായമുള്ളൊരു വെല്ലിപ്പച്ചൻ അത് ഓടി വന്ന് എന്റെ കൈക്ക് പിടിച്ചിങ്ങനെ എന്നെ നോക്കി കരഞ്ഞുകൊണ്ട് പറയാം, മോനെ പൂവരുതടാ, മോനെ നീ പൂവരുതടാ, മോനെ നീ പൂവരുതടാ എന്ന് പറഞ്ഞ് ഈ വെല്ലിപ്പച്ചൻ വാവിട്ട് കരയാണ്. അദ്ദേഹം വലിയ സ്വരത്തില കരഞ്ഞുകൊണ്ടിരിക്കണേ. ഈ കരച്ചിൽ കേട്ടിട്ട് ഒരു 5-6 വെല്ലിപ്പച്ചന്മാർ അവിടെ നിന്ന് ഇവിടുന്ന് പുലി വരുന്നത് പോലെ ഓടി വന്നുകൊണ്ട് പറയാണ്, അവനെ വിടരുതടാ, പിടിക്കടാ, അവനെ വിടരുതടാ, പിടിക്കടാ, പിടിക്കടാ അവനെ എന്നും പറഞ്ഞ് ഈ 6-7 വെല്ലിപ്പച്ചന്മാരെ അവരെന്നെ അങ്ങ് വളഞ്ഞു. ഇത്രയും പ്രായമായ വ്യക്തികളല്ലേ. അവരെ സ്വരടുത്ത് ഓടി വന്നപ്പോൾ അവരിങ്ങനെ അണച്ച് കതച്ചിങ്ങനെ നിൽക്കുക. എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ നോട്ടത്തിന് അർത്ഥം ഇതാണ്, നീ ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഈ 3 ദിവസത്തെ ധ്യാനം വേറെ ഒന്നും ചെയ്തില്ല. അവരെ ഒന്ന് സ്നേഹിച്ചു, അവരോടുകൂടെ കളിച്ചു, അവരോടുകൂടെ പങ്കുവെച്ചു, അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതാ അപ്പച്ചന്മാരെ വല്ലാതെ സ്വാധീനിച്ചു. അവിടുത്തെ ഡയറക്ടറച്ഛൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇനിയും വിളിക്കാം, ഇപ്പൊ സന്തോഷിന്റെ വിട്, ഇനി നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വെല്ലിപ്പച്ചന്മാർക്ക് മക്കളുണ്ട്, എന്നാൽ മക്കളെ അവർക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ല. പല മക്കൾക്കും അപ്പനെ വേണ്ട, ശത്രുത മനോഭാവം. മിക്ക പ്രവാചന പുസ്തകം 7:6 പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരു വ്യക്തിക്ക് ശത്രുക്കളായി തീരുന്നു. ഇതെല്ലാം എന്താണ് വിളിച്ചു പറയുന്നത്? സ്നേഹം തണുത്തുപോയി, പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയ തലമുറയുടെ വലിയ പ്രത്യേകതയാണിത്. സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥ,
സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത അവസ്ഥ. എഫെസോസ്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 19-ാം വചനത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ മനസ്സു മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. എല്ലാവിധത്തിലുള്ള അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. മറ്റൊരു സംഭവം നിങ്ങളോട് പറയാം. ഇത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാനാണ്, ദൈവകരുണയ്ക്കായി. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ 45-46 വയസ്സ് പ്രായമായ ഒരു സഹോദരി കടന്നു വന്ന് വളരെ വേദനയോടുകൂടി ഒരു അനുഭവം പങ്കുവെച്ചു. തന്റെ കുഞ്ഞിന് 3.5 വയസ്സുള്ള സമയത്ത് തന്റെ പ്രിയ ഭർത്താവ് നിത്യതയിലേക്ക് യാത്രയായി. 3.5 വയസ്സുള്ള സമയത്ത് ഒരു ആൺകുട്ടിയായിരുന്നു. ഭർത്താവിന്റെ മരണത്തിന് ശേഷം അന്ന് ഈ സഹോദരി വളരെ ചെറുപ്പപ്രായം. പല വിവാഹാലോചനകൾ വീണ്ടും വന്നു. എന്നാൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഈ സഹോദരി അതെല്ലാം വേണ്ടെന്ന് വെച്ചു. തന്റെ മകനെ വളർത്തി വലുതാക്കാൻ, തന്റെ മകന്റെ നന്മയ്ക്കും അനുഗ്രഹീതമായൊരു ഭാവിക്ക് വേണ്ടി അമ്മ തന്റെ സ്വന്തം ജീവിതത്തെ ബലിയായി നൽകി. ഇതും ഒരു രക്തസാക്ഷിത്വ. ഈ മകൻ അങ്ങനെ വളർന്നു വലുതായി. ഇന്ന് അവൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുക. കേരളത്തിൽ പ്രശസ്തമായ ഒരു കോളേജിൽ. അവിടെ അശുദ്ധമായ കൂട്ടുകെട്ടുകളും ചീത്ത ബന്ധങ്ങളിലും അവൻ ഇടപെടാനായിട്ട് തുടങ്ങി. ദൈവത്തെ മറന്ന്, ദൈവത്തെ നിഷേധിച്ച്, പ്രാർത്ഥനയില്ലാതെ തന്റെ പാവപ്പെട്ട അമ്മ, ആ അമ്മയുടെ സമർപ്പണവും കണ്ണീരുമാണ് തന്നെ ഇവിടം വരെ എത്തിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ മറന്ന് കൂട്ടുകാര് പറഞ്ഞതിന് പുറകെ, അശുദ്ധിയുടെ പുറകെ, അശ്ലീലത പുറകെ, ബ്ലൂ ഫിലിമിന്റെ പുറകെ, വഴിവിട്ട ദുർവൃത്തിയുടെ പുറകെ അവൻ പോയി സ്വയം നശിക്കുകയായിരുന്നു. ഒരു ദിവസം അമ്മയും മകനും രാത്രി അത്താഴത്തിന് ഇരിക്കുക. അത്താഴം കഴിച്ചപ്പോൾ അതിനുശേഷം ഈ കൊക്കക്കോള, 7up എന്നൊക്കെ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്, അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്കില് വളരെ ഡോസുള്ള ഉറക്ക ഗുളിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ അമ്മയോട് എന്താ ചെയ്തേ? ഈ പാവപ്പെട്ട അമ്മ ആ സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചു. താൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ അശുദ്ധമായ ചിത്രീകരണങ്ങൾ കണ്ട്, ബ്ലൂ ഫിലിമും ഇന്റർനെറ്റിലൂടെയുള്ള ചാറ്റിങ്ങിലൂടെയൊക്കെയുള്ള അശ്ലീലതകൾ കണ്ട് ഇവന്റെ കണ്ണും കാതും മനസാക്ഷി മുഴുവൻ മരവിച്ചുപോയി. സ്വന്തം അമ്മയാണെന്നുള്ള ബോധ്യം പോലും നഷ്ടപ്പെട്ട് ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച് അന്ധനായി മാറിയ ഈ ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയുമായി പാപം ചെയ്തു. ഈ അമ്മ എന്നോട് പറഞ്ഞതാ, ഈ സഹോദരനോട് പങ്കുവെച്ചതാ, ഇന്ന് ഞാൻ 4.5 മാസം ഗർഭിണിയാണ്. 4.5 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഈ സഹോദരി ഭാവിട്ട് കരയ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു വഴി പറഞ്ഞു തരോ? എനിക്കൊരു മാർഗം കാണിച്ചു തരോ? ഈ അനുഭവം കേട്ടപ്പോൾ എന്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ. എവിടെ? ന്യൂയോർക്കിലാണോ, ലണ്ടനിലാണോ, പാരീസിലാണോ, നമ്മുടെ കൊച്ചു കേരളത്തിലെ? ദൈവമക്കളെ, ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഇത് എന്തായി കേൾക്കണേ? ഇന്ന് ഇതുപോലെ നൂറുകണക്കിനുള്ള ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മളായിരിക്കും നമ്മുടെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും ആവോളം നടന്നുകൊണ്ടിരിക്കുകയാ. സ്നേഹം തണുത്തുപോയൊരു തലമുറ. സങ്കീർത്തനങ്ങൾ 14:2 വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളായി ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ 3-ാം വചനത്തിൽ വചനം പറയുകയാണ്, എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവൻ ഒരുവൻ പോലുമില്ല, ആരുമില്ല. എല്ലാവരും ഒന്നുപോലെ ദുഷിച്ചുപോയി. കറപ്റ്റഡായ ഒരു ജനറേഷൻ. റോമാക്കാർക്കുള്ള ലേഖനം 12:2 പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഈ ലോകത്തോട്, ഈ ദുഷിച്ച തലമുറയോട് നിങ്ങൾ അനുരൂപരാകരുത്. വീണ്ടും യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 16-17 വചനങ്ങളിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി, ലോകവും ലോകത്തിന് മോഹങ്ങളും കടന്നു പോകുന്നു. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ, പാപത്തെ സ്നേഹിച്ചാൽ, ഈ ദുഷിച്ച വ്യവസ്ഥിതിയെ സ്നേഹിച്ചാൽ അവനിൽ അവളിൽ പിതാവിന്റെ സ്നേഹമുണ്ടായിരിക്കുകയില്ല. പിതാവിന്റെ സ്നേഹമുണ്ടായിരിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ,
ഈ വചനത്തിലൂടെയെല്ലാം എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ തലമുറയുടെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തെ അറിയാതെ, യേശുക്രിസ്തുവിന്റെ സൗജന്യ രക്ഷയെ സ്വന്തമാക്കാതെ, രക്ഷയെ നെഗ്ലക്ട് ചെയ്ത് അവഗണിച്ചുകൊണ്ട്, യുദാസിന്റെ ലേഖനം 1:12 പറയുന്നുണ്ട്, നിർഭയം തിന്നുകുടിച്ച് മതിച്ച് സ്വന്തം കാര്യം നോക്കുന്നവരെല്ലാം ജലശൂന്യമായ മേഘങ്ങളാണ്. ഇതുപോലെ ഇന്ന് അനേകര് തകർന്നു കൊണ്ടിരിക്കുക. സ്വന്തം കാര്യം മാത്രം നോക്കി അവിടെ ബന്ധങ്ങൾക്കോ കുടുംബത്തിനോ ദൈവത്തിനോ സുവിശേഷ മൂല്യങ്ങൾക്കോ സത്യത്തിനോ നീതിക്കോ ഒന്നിനും വില കൽപ്പിക്കാതെ നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന അനേകം ജീവിതങ്ങള്. ഇവരോട് ആരോടും നമുക്ക് പരാതി വേണ്ട. ഇവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവണേ എന്ന് നമ്മൾ പറഞ്ഞ അവരെ വിധിക്കണ്ട. അവരെല്ലാം സ്നേഹിച്ച് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് അവരെല്ലാം സമർപ്പിച്ച് കർത്താവിന്റെ കരുണയാലും സ്നേഹത്താലും അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ ഈ തലമുറയെ കർത്താവിനായി നേടുവാൻ നീ തയ്യാറാണോ? എങ്കിൽ ഈ തലമുറയെ സുവിശേഷവൽക്കരിക്കുവാനുള്ള, എങ്കിൽ ഈ തലമുറയെ വിശുദ്ധീകരിക്കുവാനുള്ള, രൂപാന്തരപ്പെടുത്തുവാനുള്ള അഭിഷേകം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകും. കർത്താവ് നൽകുന്ന ഈ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നമ്മളായിരിക്കുന്ന തലമുറയെയും കാലഘട്ടത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നേശു, അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. സ്നേഹനാഥ വന്നോ വസിച്ചിടൂ എന്നിൽ. പരമപരിശുദ്ധനായ ദൈവം തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. പ്രിയ ദൈവമക്കളെ, ഏറെ വിശ്വാസത്തോടെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം. ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് യാചനാപുരം നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങള്, വേദനകള്, ദുഃഖങ്ങള്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തകർച്ചകളും ദുരിതങ്ങളും കർത്താവിന് സമർപ്പിക്കും. മക്കളെ, ഇതാ സ്വർഗം തുറക്കപ്പെടുകയാണ്. അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. വേദനിച്ചിരിക്കുന്നവരെ, തകർന്നിരിക്കുന്നവരെ കർത്താവെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയുടെ, ദുഃഖത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, നീരസത്തിന്റെ ബന്ധന കെട്ടുകളെ അഴിച്ചു കളയണമേ. വിളിക്കും മക്കളെ, യേശുവേ. പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആരാധന ശുശ്രൂഷി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളെ അങ്ങ് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി മക്കൾക്ക് അത് അനുഭവിക്കാൻ ഈശോ കൃപ കൊടുക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി,
പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അഭിഷേകമായി, കൃപയായി, സൗഖ്യമായി കർത്താവെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ഈശോയെ നന്ദി.